ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. അൽഹംദുലില്ലാ നമ്മൾ ഉംറയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടൊരു 3-4 ദിവസമായി. പിന്നെ ഇങ്ങനെ ഞാൻ വേഗം ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറേ മെസ്സേജ്, എനിക്ക് എത്ര മെസ്സേജ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, ഉംറ കഴിഞ്ഞ് തിരിച്ചെത്തിയോ എന്നെല്ലാം ചോദിച്ചിട്ട്. പിന്നെ അൽഹംദുലില്ലാ എല്ലാവരും പോകുന്ന വ്ളോഗ് ഇട്ട സമയത്ത് തന്നെ ദുആ ചെയ്തിന് സേഫായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് നമ്മൾ അൽഹംദുലില്ലാ സേഫായിട്ട് തിരിച്ചെത്തിന്. പിന്നെ എനിക്ക് കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനൊരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ച് വന്നിട്ടൊന്നും ഞാൻ വിചാരിച്ചല്ലേനു. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം നമുക്ക് നമ്മളെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മളെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടും എല്ലാം ഷൂട്ട് ചെയ്ത ചെറിയ ചെറിയ ക്ലിപ്സാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഉംറ ചെയ്യുമ്പോൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ പള്ളി, പിന്നെ ആദ്യമായിട്ട് ക്ലോക്ക് ടവർ കാണുമ്പോൾ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇത്. നമുക്കെല്ലാം ഭയങ്കര, നമുക്ക് വേറെ ഏത് കൺട്രിയിൽ പോകുന്ന പോലെയല്ല, സൗദിയിൽ പോകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് എല്ലാവരും പറയുന്നത് കേട്ടിന്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. നമ്മൾ ബസ്സിലാണ് പോയിന്. 1.5 ദിവസം ഉണ്ടേനു ഒമാൻ ടു സൗദി എത്താൻ. സൗദി ബോർഡർ പെട്ടെന്ന് എത്തും, പക്ഷേങ്കിൽ മക്കയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 1.5 ദിവസം എടുത്തേനെ. പിന്നെ പോയി അന്ന് തന്നെ നമ്മൾ ആദ്യത്തെ ഉംറ ചെയ്ത്, നമ്മൾ മഗ്രിബിൻ്റെ ടൈമിലേനു ആദ്യമായിട്ട് മക്കയിലെത്തിയ. ആ സമയത്ത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫ്രഷായി നേരെ പള്ളിയിലേക്ക് പോയി ആദ്യത്തെ ഉംറ ചെയ്ത്. മാഷാ അല്ലാ, ആദ്യമായിട്ട് കഅബ കാണുമ്പോഴുള്ള ഫീലിങ്ങില്ലേ എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആ സമയത്ത് തന്നെ ദുആ ചെയ്തിന് വിശ്വാസിയായിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും കഅബ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന്. ഇൻഷാ അല്ലാ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിന്. എനിക്കെല്ലാവർക്കും ഇതുവരെ സൗദിയിലോട്ട് പോകാത്തവർക്ക് അല്ലെങ്കിൽ മക്കയിലോട്ട് പോകാത്തവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോഴും ദുആ ചെയ്യുന്നിട്ടാണ്. കാര്യം അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം, ഫസ്റ്റത്തെ 3 ദിവസം അൽഹംദുലില്ലാ ഞാൻ 3 ഉംറ തന്നെ ചെയ്തിട്ടുണ്ടായിന്. നമുക്ക് 5 ദിവസം ഉണ്ടായിരുന്നു മക്കയിൽ, പക്ഷെ ഞാൻ 3 ഉംറ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് ആയിഷ പള്ളിയാണ് കാണുന്നത്. ആയിഷ എൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ്. ഞാൻ എൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉസ്താദ് ഓരോരോ ഹിസ്റ്ററി പറയുമ്പം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം നിങ്ങൾ ഇത്രയും സമയം കണ്ട്. പിന്നെ ഞാൻ 3 ഉംറയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെറിയ ക്ലിപ്സ് എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കാമെന്നെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളൂ. ലാസ്റ്റ് 5-ാമത്തെ ദിവസമാണ് ഞാൻ കഅബൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ പള്ളിൻ്റെ റൂഫ് ടോപ്പിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു 5-ാമത്തെ ദിവസം. കാരണം 5-ാമത്തെ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഒരു 9:30-10 മണി വരെ നമ്മൾ പള്ളിയിലുണ്ടായിരുന്നു. രാവിലെ പോയിട്ട് രാത്രി നമ്മൾ തിരിച്ച് വന്നതിന്. പിന്നെ മാഷാ അല്ലാ ആലു ഒരു ഉംറ ചെയ്തിന്, ഇന്നും 2 ഉംറ ചെയ്തിന്. ആലുവിനെ എടുക്കേണ്ടിയെല്ലാം വന്നതിന്. പിന്നെ അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം നല്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നേന്. പിന്നെ ഞാൻ ഇപ്പം കാണിക്കുന്ന ക്ലിപ്സില്ലേ, നമ്മൾ ഉംറ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നെയോ എല്ലാം ഓരോരോ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകും നമ്മളെ ബസ്സിൽ. എല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ച് പോവുക തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഹിസ്റ്ററിയിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇല്ലേ നമുക്ക് ഭയങ്കര ഫീലിംഗാണ്. എന്താണെന്നറിയാം, നമ്മൾ പണ്ട് മുതലേ മദ്രസയിലെല്ലാം പഠിച്ച കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ എല്ലാം നേരിട്ട് കാണുമ്പോൾ, ആ സ്ഥലങ്ങളെല്ലാം നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും കേട്ടോ. ഇങ്ങനെ രോമാഞ്ചം വരും എന്ന് പറയില്ലേ, അങ്ങനെ ആവും. ഇതൊന്നും നേരിട്ട് വന്ന് കാണാൻ പറ്റുമെന്ന് ഞാനിതുവരെ അങ്ങനെ വിചാരിച്ചിട്ടില്ലേനു. അൽഹംദുലില്ലാ അതിനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാനാണ് പോകുന്നത്. കുറേ ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്തതുണ്ട്, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗാലറിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് മാത്രമേ ഷെയർ ആക്കുന്നുള്ളൂ. ഒന്നാമത് നിങ്ങൾക്ക് എത്ര ആൾക്ക് ഇങ്ങനത്തെ ഹിസ്റ്ററി എല്ലാം കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ കുറച്ച് ഷെയർ ആക്കുന്നതാണ് കേട്ടോ. താല്പര്യമുള്ള കുറേ ആൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എന്തായാലും ഷെയർ ആക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ജബലുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിനിലാണ്. മൗണ്ടെയിൻ ഓഫ് മേഴ്സി എന്നതിന് പറയാം. അപ്പോൾ ഇവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത്, സ്വർഗത്തിൽ നിന്ന് ആദം അവ്വ പുറത്താക്കപ്പെട്ട ശേഷം ആദം നബിയും അവ്വയും ഇവിടെയാണ് കണ്ടുമുട്ടിയെന്ന് പറയുന്നുണ്ട്. ഞാൻ ദൂരെ സൂം ചെയ്തിട്ടൊരു സംഭവം കാണിച്ചില്ലേ, ആ മൗണ്ടെയിൻ്റെ മേലെ ചെറിയൊരു തൂണ് പോലെ ആക്കിയിട്ടുണ്ട്, അവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ആദം നബിയും അവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം മീറ്റ് ചെയ്തത് ആദ്യമായിട്ട്.
പിന്നെ നബിൻ്റെ ലാസ്റ്റ് ഹജ്ജിന് ശേഷമുള്ള വിടവാങ്ങൽ പ്രസംഗവും ആ മലയിൽ നിന്നാണ് ഉണ്ടായെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 പ്രത്യേകതകൾ അവിടെ ഉണ്ട്. പിന്നെ എല്ലായിടും നമ്മൾ പോയി കഴിഞ്ഞാലും പുറത്ത് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വിൽക്കുന്നുണ്ടാവേ, ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ആലൊരു റാബിറ്റിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളോട് ഉസ്താദ് ആദ്യമേ പറയും മക്കനേക്കാളും നല്ല ഷോപ്പിംഗ് എല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ മദീനയാണ് നല്ലതെന്ന് പറയുന്നുണ്ടേനെ. അതെല്ലാവരും പറയുന്ന കേട്ടിന്. മക്കയിൽ നിന്ന് നമുക്ക് പിന്നെ ഇങ്ങനെ ഷോപ്പ് ചെയ്യാനോ അതിനൊന്നും നേരം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ദിവസങ്ങളെല്ലാം വേഗം പോകുന്ന പോലെയാണ് കേട്ടോ. നമ്മൾ ടോട്ടൽ മക്കയിൽ 5 ദിവസവും മദീനയിൽ 3 ദിവസം ഉണ്ടായിന്. ടോട്ടൽ 11 ദിവസമാണ്. ബാക്കിയുള്ള ദിവസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാവൽ ബസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 1.5 ദിവസം അങ്ങോട്ടും 1.5 ദിവസം ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ അത് 3 ദിവസം, അങ്ങനെ ടോട്ടൽ 11 ദിവസേനു. നമ്മൾ ആരോ കൂടിയാണ് പോയെന്നെല്ലാം ഒമാനിലുള്ള കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ഉസ്താദിനെയും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഹജ്ജ് ചെയ്യാൻ വരുന്ന സമയത്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലാണ് കുഞ്ഞു കുഞ്ഞു ടെൻറ്റ് പോലത്തെ സ്ഥലം കണ്ട. ഇത് മിന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് മിന ആണ്. മിന, മുസ്ദലിഫ, അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് നമ്മളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. ഇതൊന്നും ഉംറയിലുള്ള കർമ്മങ്ങളിൽ പെട്ടതല്ല, ഹജ്ജിൻ്റെ ആണ്. പക്ഷേങ്കിൽ ഹജ്ജ് ചെയ്യാൻ വരുന്ന ആൾക്കാർ താമസിക്കുന്ന ടെൻറ്റാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ജംറയില്ലേ, പിശാചിന് നേരെ കല്ലെറിയുന്ന കർമ്മങ്ങളിലില്ലേ, ആ ഒരു സ്ഥലങ്ങളെല്ലാം ബാക്കിൽ കാണുന്നത്. ഇതൊന്നും നമ്മളെ മൈൻഡിലുള്ള നമ്മളെ ഇമാജിനേഷൻ പോലെയൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കിയെല്ലാം എൻ്റെ ഗാലറിയിലുണ്ട്. ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറേ ടണലുണ്ട്. നമ്മൾ ഈ പോകുന്ന സൗദിയിൽ മൊത്തത്തിൽ എങ്ങനെയാണെന്നോ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനത്തെ ടണലുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഈ പറയുന്ന പോലെ കുറേ ഹിസ്റ്ററിയും പറഞ്ഞു തരും, കുറേ ദുആവും ചെയ്യും. ബസ്സിൽ പോകുന്നതുകൊണ്ടൊക്കെ അങ്ങനെ കുറേ ഗുണങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ, പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ മൗണ്ടെയിനാണ് നബിക്ക് ആദ്യമായിട്ട് നുബൂവത്ത് കിട്ടിയ സ്ഥലം, ജബലുൻ നൂർ. ഹിറാ ഗുഹയിലുള്ളത് ആ ജബലിലാണ് കേട്ടോ, ആ മലയിലാണ്. അവിടെ നമ്മൾ കയറാൻ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയ കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ കയറാനുണ്ട്. പക്ഷെങ്കിൽ ഈ കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര വലിയ മലയാണ്. അതിൻ്റെ ടോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു 4ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നത്. നമ്മൾ ഹുദൈബിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, കറക്റ്റ് ആ സ്ഥലത്തിന് പറയാം. അതും കുറേ ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്. അവിടെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഒട്ടകങ്ങളുള്ള കുറേ ഒട്ടകങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ഒട്ടകത്തിൻ്റെ പാല് വാങ്ങാം, അങ്ങനെ തൊടാനെല്ലാം പറ്റും കേട്ടോ നമുക്ക്, പാവാന്ന്. അപ്പോൾ അങ്ങനെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള ക്ലിപ്പാണത്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള, നിങ്ങൾ ലാസ്റ്റ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്തേന്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഓർമ്മിച്ച് വെച്ചിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലെല്ലാം പേഴ്സണലായിട്ട് പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും, പല ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും, പുറത്ത് പറയാൻ പറ്റാത്ത മക്കൾക്കുള്ള രോഗങ്ങൾ പറഞ്ഞിട്ടും എല്ലാം എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, മാഷാ അല്ലാഹ്, എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ മക്കയിലെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കിട്ടട്ടെ, ഭാഗ്യം കിട്ടട്ടെ എന്നും വേണ്ടി ഞാൻ പ്രത്യേകം അങ്ങനെയും ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ, നമുക്ക് മക്കയിൽ നിന്ന ദിവസം മതിയാവില്ല. നമ്മൾ ആകെ 5 ദിവസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഒരു മതിയാവാത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ലാസ്റ്റ് ദിവസം നമുക്ക് മസ്ജിദ് മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റൂഫ് ടോപ്പിലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള ആ വ്യൂ ആണ് അത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഡിസംബർ ആയതുകൊണ്ട്, ഡിസംബർ കുറേ ആൾക്ക് വെക്കേഷനും പിന്നെ നല്ല ക്ലൈമറ്റും, നമുക്കങ്ങനെ ചൂടൊന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് ഭയങ്കര തിരക്കാണ് എപ്പോഴും ഉണ്ടാവുക. ഈ വർഷവും ഭയങ്കരമായ തിരക്കിനുണ്ടായിന്. നമുക്ക് ശരിക്കും നമ്മൾ ഹജ്ജിൻ്റെ സമയത്തെല്ലാം കാണൂലേ, അത്രയും ആളുണ്ടേനു. പക്ഷെങ്കിൽ മാഷാ അല്ലാഹ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്കെല്ലാം ഉംറയെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടേനു.
പിന്നെ വേറെന്നാ ഞാൻ പറഞ്ഞിട്ടില്ലേ ലാസ്റ്റ് ദിവസം നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ഫുഡെല്ലാം എടുത്തിട്ടേനു നമ്മൾ പോയിട്ടുണ്ടായിന്. നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ലാസ്റ്റ് ടൈം രാത്രി ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തേട്ടാ. കാരണം നമുക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കറിയില്ല. ഇനിയും പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എനിക്ക് ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. മക്കയിൽ പോയവരെല്ലാം പറയുന്നത് കേട്ടിട്ട് പിന്നെയും പിന്നെയും പോകാൻ തോന്നുന്നു. അത് ശരിയാട്ടാ. നമുക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നും. ഞാനും മിക്കും ഇൻഷാ അള്ളാ വേഗം തന്നെ ഒരിക്കലും കൂടി പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് തിരിച്ച് വന്നത്. പിന്നെ ഇപ്പം നമ്മൾ മല കയറാൻ പോകുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു വലിയ മല കാണിച്ചിട്ട് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ടോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ജബൽ നൂർ, മൗണ്ടെയിൻ ഓഫ് ലൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഒരു വലിയ ഗുഹ ഉള്ളത്. വലിയ ഗുഹയെന്നല്ല, ഹിറാ ഗുഹ എന്ന് പറയില്ലേ. അപ്പം നബിക്ക് ആദ്യമായിട്ട് നുബുവത്ത് കിട്ടിയ, മീൻസ് നബിക്ക് റെവലേഷൻ കിട്ടിയ സ്ഥലമാണ് അത്. എന്താ പറയുക, ഹോളി ഖുറാൻ ഇറങ്ങിയ സ്ഥലമാണ്. ആദ്യമായിട്ട് ഖുറാൻ്റെ ഒരു സൂറത്ത് ഇറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു ഗുഹ ഉണ്ട്. അവിടെയും നബി കുറച്ച് ദിവസം, എനിക്ക് തോന്നുന്നു 40 ദിവസത്തോളം താമസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നുബുവത്ത് നബിക്ക് റെവലേഷൻ കിട്ടുന്നതിന് മുന്നേ തന്നെ അവിടെ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ഏഞ്ചൽ, ഒരു മലക്ക്, ജിബ്രീൽ ആണ് ഫസ്റ്റ് എന്താ പറയുക സൂറത്ത് നബിക്ക് പറഞ്ഞു കൊടുത്ത, ഇഖ്റ എന്ന് പറഞ്ഞ സൂറത്ത് പറഞ്ഞു കൊടുത്തതെന്നല്ല നമ്മൾ കുറേ ഹിസ്റ്ററി കേട്ടിട്ടില്ലേ. പക്ഷെങ്കിൽ അതിൻ്റെ മുകളിൽ കയറാൻ കുറച്ച് പാടാണെന്നല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നടക്കാനുണ്ടെന്നെല്ലാം. പക്ഷെങ്കിൽ അൽഹംദുലില്ലാ കയറി. കുറേ നടക്കാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ, ഞാൻ വിചാരിച്ചിട്ട് മല കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം റൂട്ടല്ലായിരിക്കുന്നു. പക്ഷെങ്കിൽ നല്ല സ്റ്റെപ്പും ഉണ്ട്, നല്ല വഴിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ കുട്ടിക്കൊന്നും പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും കയറാൻ പറ്റും. പക്ഷെ കുറേ നടക്കാനുണ്ട്, കുറേ കയറാനുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ അവിടെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഹിസ്റ്ററിയെല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് കരച്ചിലും വരും. ഭയങ്കര അവിടെ എത്തിയല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടാവും. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ പേർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും ഉംറയ്ക്ക് പോകാൻ പ്ലാൻ ഉണ്ട് സൗദിയിൽ ഡിസംബറിൽ. ഭയങ്കര തണുപ്പാണോ എന്നെല്ലാം ചോദിച്ചിട്ട്. പക്ഷേങ്കിൽ ചില ഏരിയയിൽ മാത്രമേ തണുപ്പുള്ളൂ. മക്കയിലൊന്നും വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. നോർമൽ കാലാവസ്ഥയാണ്, ചെറിയൊരു തണുപ്പ് മാത്രം, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുന്ന എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ആക്കണേ വ്ളോഗിലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മെസ്സേജസ് എല്ലാം ഞാൻ പോയി വന്നിട്ടാണ് കുറേ വായിച്ചത്. പോകുന്നതിന് മുന്നേയും ഞാൻ സൗദിയിൽ നിന്ന് അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പോകുന്നതിന് മുന്നേയും പോയി വന്നിട്ടാണ് കുറേ മെസ്സേജസ് വായിച്ചേട്ടാ. അങ്ങനെ കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ ഏറ്റവും നല്ല, ഭയങ്കര ചെറിയ കുട്ടികളെയൊന്നും കൂട്ടി പോവാത്തതാ. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് നിയത്തോ അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിലല്ല, അതല്ലെങ്കിൽ ചെറിയ കുട്ടികളെ, നമ്മൾ എടുത്ത് നടക്കേണ്ട കുട്ടികളെയൊന്നും കൂട്ടി പോവാത്തതാണ് ഏറ്റവും നല്ല. കുട്ടികൾ സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങിയാലോ, അല്ലെങ്കിൽ അവർ നമ്മളെ എടുപ്പിക്കാണ്ട് സ്വന്തമായിട്ട് നടക്കും ഉറപ്പുള്ള കുട്ടികളെല്ലാം കൂട്ടി പോകുന്നതാണ് നല്ല. ഒരു 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെ കൂട്ടിപ്പോയാലൊന്നും വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ പോയവർക്ക് മനസ്സിലാവും നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉംറൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇരിക്കാനല്ല നമുക്ക് തോന്നുക. പിന്നെ മെച്ചുവേർഡായിട്ടുള്ള കുട്ടികളായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര ചെറിയ ആളെയും കൊണ്ട്, പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രസവിച്ച പാടുള്ള കുട്ടികളെയും കൂടി പോകുന്നത് വരെ ഉണ്ട്. പക്ഷെങ്കിൽ ഒന്നുകൂടി നമുക്ക് നല്ലതാണെന്നൊന്നും തോന്നുക ഭയങ്കര ചെറിയ കുട്ടികളെ കൂട്ടി പോവാത്തതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതെല്ലാം എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലത് എനിക്ക് ഷെയർ ആക്കാനും പറ്റില്ല. അങ്ങനത്തെയും കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പള്ളിയിൽ പോയ സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളൊരു മെമ്മറിക്ക് വേണ്ടി. കാര്യം എന്താ പറയുക, നമ്മൾ പിറ്റേന്ന് മദീനയിലേക്ക് പോകുന്ന, അപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് മതിയായിട്ടില്ലേനു കേട്ടോ, മക്കയിൽ നിന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ലാസ്റ്റത്തെ ദിവസം നമ്മൾ രാവിലെ തുടങ്ങി രാത്രി വരെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തെല്ലാം ഇറങ്ങുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം എടുത്തത്. പിന്നെ സൗദിയിൽ പോയവരെ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു അൽബേക്ക് ട്രൈ ആക്കണമെന്ന്. നമ്മൾ ഒമാനിലൊന്നും അൽബേക്കില്ല. എനിക്ക് തോന്നുന്നു സൗദിയിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നേ, വേറെ എവിടെയും ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഒമാനിലും ഇന്ത്യയിലൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അൽബൈക്ക് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വന്നേനെ. പക്ഷേങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഒരു
ചിക്കൻ ഫ്രാങ്ക്സ് അല്ല, നഗറ്റ്സ് മാത്രം കിട്ടുന്ന ഒരു അൽബൈക്കിൻ്റെ സ്റ്റോറിൽ നമ്മൾ എത്തിപ്പെട്ട ആടേനു. അപ്പോൾ ആടെ നമ്മൾക്ക് നഗറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി കുട്ടിക്ക് പകലിരിക്കുമ്പോൾ സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും വേണമല്ലോ. നമ്മൾ പോകുമ്പോൾ കുറച്ച് സ്നാക്സ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും സ്നാക്സ് എല്ലാം വാങ്ങലും. നമ്മൾ കുറേ നടക്കേണ്ടി വരും കേട്ടോ. ഉംറ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ റൂമിലേക്ക് പോകുന്നു, പള്ളിയിലേക്ക് പോകുന്നു, ആ ഒരു റൂട്ടിലെല്ലാം നമ്മൾ നടക്കുമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ നടക്കൂലല്ലോ. അന്നേരം കുറേ നടക്കുമ്പോൾ ഫസ്റ്റ് ഒരു ദിവസമെല്ലാം ഭയങ്കര പെയിനേനു കാല്. പിന്നെ അങ്ങനെ സെറ്റായി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുട്ടികളും നടക്കുന്ന കുട്ടികൾ തന്നെ. ഇടയ്ക്ക് കാലൂനെ എടുക്കേണ്ട വന്നിന്, തട്ടിയിട്ട് നടക്കേണ്ട വന്നിന്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലേനു. പിന്നെ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മക്കയിലുള്ള ലാസ്റ്റ് ഡേനു ഇന്ന്. അപ്പോൾ ഇന്ന് ഒരു നോമ്പ് തുറയും കൂടി ഉണ്ടേനു കേട്ടോ. അപ്പോൾ അത് നമുക്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കിറ്റെല്ലാം തന്നിന്. പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഫുള്ള് ലേഡീസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അവരെ ഡിസ്റ്റർബ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലോസ് ആയിട്ട് നമുക്ക് തന്ന കിറ്റിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. കേടും പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സംഭവത്തിൻ്റെ ബണ്ണാണ്. അത് നോർമൽ ബണ്ണല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഗോതമ്പ് പോലത്തെ വേറെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഡേറ്റ്സില്ലേ, ഉള്ളിൽ കുരുവൊന്നും ഇല്ലാണ്ട് കളഞ്ഞ സീഡ്ലെസ് ഡേറ്റ്സും തന്നെ. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയാം, കട്ടത്തൈരിൽ നമ്മൾ ഈത്തപ്പഴം ഇങ്ങനെ ഇട്ടിട്ട് കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നിങ്ങൾക്ക് പറഞ്ഞുതരാനും കൂടി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത്. കാരണം നമ്മളെ അപ്പുറത്തിരിക്കുന്ന എനിക്ക് തോന്നി യമനിലുള്ള ലേഡിയാന്ന് തോന്നുന്നത്. ആളിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അങ്ങനെ കേടും ഈത്തപ്പഴം അങ്ങനെ കഴിക്കുകയും ചെയ്യും. പക്ഷേങ്കിൽ ഈത്തപ്പഴം കേടിലിട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. പിന്നീട് വന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് എന്താണെന്നറിയാം, നമുക്ക് സംസം വെള്ളമില്ലേ, എവിടെയെങ്കിലും നമ്മൾ ഇതേപോലെ മക്കയിൽ പോയ ആൾക്കാരെ വീട്ടിലെല്ലാം പോകുമ്പോൾ നമുക്ക് കുറച്ച് മാത്രം കുടിക്കാൻ കിട്ടുന്നതല്ലേനാ. പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് ഫുൾ ടൈം ഇതന്നെ കുടിക്കുക, കുറേ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കുക. അതെല്ലാം നമുക്ക് വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും അത് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നിങ്ങളോട് ഷെയർ ആക്കാനുള്ള എൻ്റെ എക്സ്പീരിയൻസും പിന്നെ പോകാത്തവരോട്, പോകാൻ ആഗ്രഹമില്ലാത്തവരോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ എന്തായാലും ആഗ്രഹിക്കണം. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമേ എല്ലാവർക്കും നമുക്ക് പൈസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പോകാൻ മാത്രമുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പോകാൻ പറ്റില്ല. അള്ളാൻ്റെ വീട്ടിലേക്ക് അള്ളാനെ ഇൻവൈറ്റ് ചെയ്യണമെന്നാണ് പറയുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടും നിങ്ങൾ നല്ലോണം ആഗ്രഹിച്ചാൽ. പിന്നെ നമ്മൾ നെക്സ്റ്റ് തന്നെ മദീനയിലേക്ക് പോകുന്ന റൂട്ടിൽ ബദർ യുദ്ധം ഉണ്ടായ സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങിനെ. പിന്നെ ഇത് മസ്ജിദ് ഖുബ, ഫസ്റ്റ് നിസ്കാരം ഉണ്ടായ മസ്ജിദായി ഫസ്റ്റായിട്ട് നിസ്കാരം ഒരു പള്ളിയിൽ വെച്ചിട്ട് നിസ്കാരം ഉണ്ടായത് ഇവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല, ഇത് പിന്നെ പുതുക്കി പണിതതായിരിക്കുമല്ലോ. പണ്ട് ചെറിയൊരു പള്ളി മാത്രമേനു, ചെറുതെന്ന് പറഞ്ഞാൽ അത്രയും ചെറുത്. അങ്ങനെ കുറേ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊരു ഫാക്ടറിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ആയിരിക്കും ഈത്തപ്പഴം സെയിൽ ചെയ്യുന്ന. ഇതിൻ്റെ ബാക്കിൽ ഫാക്ടറി ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ഒരു വലിയ ഔട്ട്ലെറ്റാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുറേ വെറൈറ്റി ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാലില്ലേ, ഓരോരോ ഈത്തപ്പഴം ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തോ തലയിൽ പിടിക്കും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്, ഫസ്റ്റ് 1-2 നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അല്ല അങ്ങനെയല്ല, ടേസ്റ്റ് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് മനസ്സിലാവില്ല, ഏതാ നല്ലതൊന്നും മനസ്സിലാവില്ല. പിന്നെ സോഫ്റ്റ്നെസ് എല്ലാം മനസ്സിലാവും. അങ്ങനെ നമ്മൾ ആടുന്ന കുറച്ച് ഈത്തപ്പഴമെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയേനു നമ്മൾ മദീനയിലെത്തി. അങ്ങനെ രാത്രി നമ്മൾ മാഷാല്ലാ നബിൻ്റെ റൗള ഷെരീഫിൽ പോയി കുറേ ദുആയെല്ലാം ചെയ്തിന്. പിന്നെ പിറ്റേന്നും നമ്മൾ മദീനയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നൊന്നും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഡേ മദീനയിൽ നിന്നും നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലോട്ട് പോകുന്ന ലാസ്റ്റ് ഡേ ഞാൻ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇത്. മാഷാല്ലാ. പിന്നെ നമ്മൾ എന്താ പറയുക, കുറേ നിസ്കരിക്കാനെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. റൗള വിസിറ്റ് ചെയ്യാനും പറ്റി. മാഷാല്ലാ, ഉള്ളിൽ കയറാനും നിസ്കരിക്കാനും എല്ലാം പറ്റി. നമ്മൾ ഇസ്ലാം മത വിശ്വാസപ്രകാരം ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് നബിൻ്റെ റൗള ഷെരീഫ എന്ന് പറയും. മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർസ്ഥാനുള്ള സ്ഥലം. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷനിലില്ലേ അങ്ങനെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ടൈം കിട്ടും. ആ ടൈമിൽ പോയിട്ട് നമുക്ക് ഉള്ളിൽ പോവാം, ദുആ ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യാം. മാഷാ അല്ലാ, ഇതാണ് ആ സ്ഥലം. ആ ഗ്രീൻ കളർ കുബ്ബയില്ലേ അത്. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ. പിന്നെ ഇവിടെ നമ്മൾക്ക് മക്കയിലുള്ള പോലെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി പീസ്ഫുൾ ആയിരിക്കും കേട്ടോ മദീന. ഭയങ്കര രസമാണ് കാണാൻ. മദീന പള്ളീൻ്റെ മുന്നെല്ലാം കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് വേറെ തന്നെ ഭയങ്കര മാറ്റമാണ് മക്കയും മദീനയും തമ്മിൽ കാണാനും മൊത്തത്തിൽ ഫീലിങ്ങും എല്ലാം മാറ്റം തന്നെയാണ്. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി നിൽക്കണമെന്ന് തോന്നിയത് മക്കയിലാണ് കേട്ടോ. പിന്നെ മദീനയിൽ നിന്ന് നമുക്ക് കുറേ സ്ഥലങ്ങൾ, കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന മലയാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം ലാസ്റ്റ് ദജ്ജാൽ ഇറങ്ങും നമുക്കൊരു വിശ്വാസമില്ലേ, അത് ഇറങ്ങുന്നത് ഈ മലയിലാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ്. എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് വീഡിയോസ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്തൊന്ന് മറന്നുപോയിന് ചില കാര്യങ്ങൾ. പക്ഷെ ഓർമ്മയുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്തേട്ടാ. പിന്നെ ഇപ്പോൾ അവിടെ ഉള്ളത് വലിയൊരു കൊട്ടാര, വലിയൊരു പാലസാണ്. അത് കുറേ അമീർമാർ, സൗദിയിലുള്ള അമീർമാരെല്ലാം ഇവിടെ വന്നാൽ അവിടെ താമസിക്കലുണ്ട് എന്നെല്ലാം ഉസ്താദ് പറയുന്നുണ്ടേനു. പിന്നെ നമ്മൾ ഇപ്പോൾ പോയത് ഖുറാൻ പ്രസ്സിലേക്കാണ് കേട്ടോ, മദീനയിലുള്ള ഖുറാൻ പ്രസ്സിലേക്ക്. ഇവിടെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഓരോരുത്തർ ഇങ്ങനെ സൗദിയിൽ പോയി കഴിഞ്ഞാൽ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനെല്ലാം പോയാൽ ഒരു ഖുറാൻ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറയുന്നില്ലേനാ. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടുന്ന് ഖുറാൻ ഗിഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ക്ലോസ് ആവുമോ, രാവിലെ 10 മണിക്കേക്ക് വിസിറ്റേഴ്സിന് ക്ലോസ് ചെയ്യും. വിസിറ്റേഴ്സിനെ പിന്നെ 10 മണിക്ക് ശേഷം അലോ ചെയ്യൂല എന്ന് കേട്ടെ. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് ചാൻസ് കിട്ടി ഉള്ളിലേക്ക് കയറാൻ. കുറേ ഭാഷയിലുള്ള ഖുറാൻ ഉണ്ടായിരുന്നു. മലയാളം, അതിൻ്റെ അടുക്ക് മലയാളം ഉണ്ടായിരുന്നു കേട്ടോ, പരിഭാഷ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഖുറാൻ പ്രിൻ്റ് ചെയ്യുന്ന കണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ മക്കയിലും മദീനയിലുള്ള പള്ളിയിലേക്കെല്ലാം ഖുറാൻ ഇവിടുന്ന് തന്നെയാണ് പോവുക. അങ്ങനെ ഇതെല്ലാം കണ്ട് മാഷാ അല്ലാ. ഇന്നുവിനെല്ലാം ഇത് കണ്ടിട്ട് ഭയങ്കര, കുട്ടിക്കെല്ലാം ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ, നമ്മളെക്കാളും കൂടുതൽ. പിന്നെ ഇത് വലിയൊരു പ്രിൻറ്റിങ് പ്രസ്സാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ പറ്റിയതിൽ. പിന്നെ ഉമ്മ ആദ്യം ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതും നമ്മളെ കൂടെ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ആദ്യം ഉമ്മ പോയ സമയത്ത് അവർക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ചിലർക്ക് പറ്റൂല ടൈമിൻ്റെ ഇഷ്യൂ കാരണം. പിന്നെ മാഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഖുർആൻ ഗിഫ്റ്റായിട്ട് കിട്ടി. എനിക്ക് തോന്നിയത് സൗദി ഗവൺമെൻറ് എല്ലാ ഹാജിമാർക്കും കൊടുക്കുന്നതാണ് ഇങ്ങനെ ഓരോരോ ഖുർആൻ ഗിഫ്റ്റ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കിട്ടി. നമ്മളങ്ങനെ എല്ലാവർക്കും കിട്ടിയ സന്തോഷത്തിലൊരു വീഡിയോ എല്ലാം എടുത്താണ്. പിന്നെ ഞാൻ ഇടുന്നൊരു സ്റ്റോറി ചെയ്തിട്ടില്ലേനാ, അതെനിക്ക് ആ സന്തോഷം കൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം ആ ഒരു ഖുറാൻ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. എനിക്ക് എവിടുന്നും ഒരു ഖുറാൻ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ലേനു. അങ്ങനെ ആ സന്തോഷത്തിൽ ഞാൻ സ്റ്റോറി ചെയ്തേനു കേട്ടോ. പിന്നെ അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള പ്രിപ്പറേഷനില്ല. കാര്യം ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇല്ലേ എനിക്ക് തോന്നുന്നു മക്കിനേക്കാളും കൂടുതൽ ഹിസ്റ്ററി ഉള്ള മദീനയിലാന്ന് തോന്നുന്നു. കാരണം അത്രയും കൂടുതൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി ഹിജ്റ പോയതും, ഹിജ്റ പോകാന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് എന്നിട്ട് ആദ്യമായിട്ട് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് മദീനയിലാണ്. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ മടിയാവുന്നു, കാരണം അഥവാ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ. പിന്നെ ഇതില്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ യൂസ് ചെയ്ത വീട്, അവർ യൂസ് ചെയ്ത വാഷ്റൂം, പിന്നെ കിണറുണ്ട്, അവർ വെള്ളത്തിന് വേണ്ടി യൂസ് ചെയ്ത കിണർ, ഇത് വീടാണ്. പക്ഷേ ഇത് ഇങ്ങനെയല്ല, പിന്നെ മോഡിഫൈ ചെയ്തെന്നാണ് പറയുന്നത് കേട്ടോ. ഇവരെ ഗവൺമെൻറ് മോഡിഫൈ ചെയ്യുന്നുണ്ടാവും, അല്ലാണ്ട് അങ്ങനെ തന്നെ ചിലപ്പോൾ നിലനിർത്താൻ പറ്റുന്നുണ്ടാവില്ല, കുറേ വർഷങ്ങളായില്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ അവർ യൂസ് ചെയ്ത വാഷ്റൂമും കിണറും സംഭവങ്ങളെല്ലാം. പിന്നെ കുറേ ഇതുപോലെ ഹിസ്റ്ററീസ് ഉണ്ട്. പക്ഷെങ്കിൽ ചില പേരുകൾ പിന്നെ ചില സംഭവങ്ങൾ അതൊന്നും എൻ്റെ മൈൻഡിൽ നിന്നിട്ടുമില്ലേ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നബി കുറേ
ഈന്തപ്പന തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ തോട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ സെയിം അല്ലെങ്കിലും അതിൽ നിന്നുണ്ടായ തോട്ടം ഇപ്പവും അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഒരു ദിവസം രാവിലെ പോയിട്ട് ഉച്ചവരെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയിനു. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുന്ന ദിവസം ഒരു വൈകുന്നേരം ഞാൻ കുറേ വീഡിയോസിൽ കണ്ടതാ മദീനയിലെ റോസ് ഐസ്ക്രീമില്ലേ, അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടേനു. അങ്ങനെ അത് വാങ്ങീന്. ഇനി വലിയ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ്ങാണ്. പക്ഷേങ്കിൽ നമുക്ക് വാങ്ങി നോക്കിയിട്ട് ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും തോന്നിയിട്ടില്ല. റോസ് ഫ്ലേവറുള്ള കറക്റ്റ് റോസിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീം. പക്ഷെ കുഴപ്പമില്ല. പക്ഷേങ്കിൽ ആ ഒരു ഹൈപ്പിനൊന്നും ഇല്ലേനു. പക്ഷേ രസമാണ് അത് വാങ്ങുന്ന കാണാനെല്ലാം. കുറച്ച് റോസ് പെറ്റൽസ് എല്ലാം നമ്മളെ മേലേൽ ഇട്ട് തരും. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകട്ടോ. പള്ളിയിൽ പോകുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ റൗള ഷെരീഫിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ, ആ ഒരു ഗ്രീൻ കുബൻ്റെ ഭാഗം എത്തുമ്പോൾ ഇല്ലേ, നമ്മൾ നബിൻ്റെ അടുത്താണല്ലോ ഉള്ളതെന്നൊരു ഫീൽ ഉണ്ടാവും. നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് നിൽക്കുന്ന നമ്മളെ മുഹമ്മദ് നബിൻ്റെ ഖബർസ്ഥാനിലെങ്കിലും അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അവിടെ എത്തുമ്പോൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ലാസ്റ്റ് ഡേ രാത്രിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊരു മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് മുസല്ല തന്നെ. ഇവിടുന്ന് വേറെ പർച്ചേസൊന്നും ഉണ്ടാവില്ല. മുസല്ല, തസ്ബിയ, പിന്നെ ഈത്തപ്പഴം, ഇതെല്ലാം നമ്മൾ കാര്യമായിട്ട് കൊണ്ടുപോവാം. അങ്ങനെ അതന്നെ ഇവിടെ കാര്യമായിട്ട് ഉള്ളൂ. പിന്നെ ഈ ടൈപ്പ് മുസല്ല കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-20 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള എന്നാലും ഒരു ജസ്റ്റ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ഷോപ്പിലുള്ള സ്റ്റാഫിനും പിന്നെ കുറേ ആൾക്ക് ഇങ്ങനെ കൊടുക്കാനെല്ലാം വേണ്ടിയിട്ട് വാങ്ങിയതേനു. അവർക്ക് ജുമാക്കെല്ലാം പോകുമ്പോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതാകുമ്പോൾ നല്ല യൂസ് ചെയ്യാൻ ഈസി അല്ലേ. എല്ലാവരും ജുമാക്കെല്ലാം പോകുമ്പം മുസല്ല എടുത്തിട്ടല്ലേ പോവുക. ഇതാകുമ്പോൾ ഭയങ്കര ചെറുതാണ്, ഏടിയും പെട്ടെന്ന് മടക്കി ഇടുകയും ചെയ്യാമല്ലോ. അങ്ങനെ അത് കുറച്ചധികം വാങ്ങിയിട്ടുണ്ടേനു. പിന്നെ വേറെ എന്നാ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമൽ മുസല്ല നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചെറുതിന് ഭയങ്കര റേറ്റ് കുറവാട്ടോ. ഈ നോർമൽ മുസല്ലൻ്റെ നേരെ ഹാഫ് പൈസ ഞാൻ അതിനുള്ളൂ. പക്ഷെ നല്ല ഉപയോഗിക്കാൻ നല്ലതാണ്. നമുക്കായാലും എവിടെയെങ്കിലും നമ്മളിങ്ങനെ ടൂറെല്ലാം പോകുന്ന സമയത്തെല്ലാം കൊണ്ടുപോകണമെങ്കിൽ അടിപൊളിയാണ്. അത് നമുക്ക് വേണ്ടിയിട്ടും അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വണ്ടിയിൽ വെക്കാനും എല്ലാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുമ്പോൾ മുസല്ല ഭയങ്കര വലുതായിരിക്കില്ലേ, അങ്ങനത്തെ മുസല്ലയാകുമ്പോൾ നല്ലതാണ്. പിന്നെ ഇതേപോലത്തെ ഞാൻ മുസല്ല വാങ്ങണമെന്ന് വിചാരിച്ചിന് പ്ലെയിൻ ഒന്നും എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഡിസൈൻ ഇല്ലാത്ത വാങ്ങണമെന്ന് വിചാരിച്ച്. പക്ഷേങ്കിൽ ഒന്നും ഡിസൈൻ ഇല്ലാത്ത വാങ്ങുമ്പോൾ മെറ്റീരിയൽ തീരെ രസമില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് ഡിസൈൻ ഉള്ളത് വാങ്ങി. പിന്നെ ഭയങ്കര രസമുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സുജൂദ് പോകുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ളതെല്ലാം നോക്കണ്ടേ. എനിക്ക് ഞാനിപ്പോൾ നോക്കിയത് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള മാഗ്നറ്റെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ വന്നത് ഖുബ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലാണ്. നിങ്ങളിനിപ്പോൾ ആരെങ്കിലും മദീനയിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ മതി. അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ മാർക്കറ്റുകളുണ്ട്. പക്ഷെ നമ്മൾ മുന്നേ വേറൊരു മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ നമ്മൾ ഖുബ മാർക്കറ്റിൽ വന്നേരാന്ന് കുറച്ചും കൂടി നല്ല നല്ല സാധനങ്ങൾ റേറ്റ് കുറവ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ വന്ന ഷോപ്പിലെല്ലാം നല്ല റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പേര് നോട്ട് ചെയ്ത് വെച്ചോ. ഖുബ മാർക്കറ്റ് എന്നാണ് കേട്ടോ ആ പേര്. ഖുബ മാർക്കറ്റ് എന്നാണോ ഖുബ എന്നാണോ എനിക്കറിയില്ല. പക്ഷെ ടാക്സിയിൽ കയറിയാൽ അവരോട് പറഞ്ഞാൽ അവിടെ ഇറക്കിത്തരും. പിന്നെ ഇതേപോലത്തെ മുസല്ലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം. നമ്മൾ നോർമൽ മുസല്ലയും ഇതും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിയത്. രണ്ടിനും റേറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്ക് കുറച്ചാൾക്ക് ഇത് കൊടുക്കുക, കുറച്ചാൾക്ക് നോർമൽ കൊടുക്കുക, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതും നമുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ വണ്ടിയിൽ വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതും കുറച്ച് മറ്റേനേക്കാളും കുറച്ചുകൂടി വലുത്. ഇതും ഇങ്ങനെ ഒരു ബാഗ് പോലെ ഇടാൻ പറ്റും നമുക്ക്. ഇത് അടിപൊളിയാണ്. അങ്ങനെ ഇതും കുറച്ച് കളേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല നല്ല കളേഴ്സാണ്, നല്ല പേസ്റ്റൽ കളേഴ്സുള്ള കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ഓപ്പണാക്കി നോക്കിയിട്ട് ഇതും കുറച്ച് വാങ്ങി. പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മളെ അടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗേൾസ് ഉണ്ടല്ലോ, അപ്പോൾ ഗേൾസിന് വേണ്ടിയിട്ട് കുറച്ച് ബാഗ്, ഇങ്ങനത്തെ ബാഗ് തൂക്കി എല്ലാം കൂടി ഒരുമിച്ച് തൂക്കിയിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതിൻ്റെ എല്ലാ കളേഴ്സും കുറച്ച് വാങ്ങി. പിന്നെ ഗേൾസിന് പറ്റിയ എല്ലാ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ ആലൂനും ഒന്ന് വാങ്ങിയിട്ടാണ്.
പിന്നെന്താ പിന്നെ വാങ്ങിയ എല്ലായിടം പോയരും ഇങ്ങനെ ഗോൾഡൻ വളകൾ കുറേ ഉണ്ടേനെ. ഇങ്ങനെ ഗോൾഡൻ കളറായതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ച് രസമില്ലാത്ത ഉമ്മാമ്മ മാറെല്ലാം ഇടുന്ന പോലത്തെ ടൈപ്പായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെങ്കിൽ കുറച്ച് പ്രായമായ ലേഡീസ് ഇടുന്ന ടൈപ്പാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെങ്കിൽ കുട്ടികൾക്കെല്ലാം കുറേ കളക്ഷൻസ് ഉണ്ടേനു. അങ്ങനെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് വരുന്ന ടൈപ്പില്ലേ, ചാംസ് വരുന്ന ടൈപ്പ്, എന്ത് രസമാണെന്നറിയാം ഇത് കാണാൻ. അങ്ങനെ നമ്മൾ അടുത്ത് പോയി നോക്കിയാലല്ലേ മനസ്സിലാവും. അങ്ങനെ ആലുവിന് ആ ചാംസ് വരുന്ന ആലുവിനും മിന്നുവിനും വാങ്ങിന്. പിന്നെ അങ്ങനെ അവർക്ക് രണ്ടാൾക്കും നോക്കി വാങ്ങിയേ. പിന്നെ വേറൊരു ടൈപ്പും കൂടി ഉണ്ടേനു, ഇങ്ങനെ മോതിരം കൂടി വരുന്നില്ലേ, അതുണ്ടേനു. എനിക്കിത് വാങ്ങണം എന്നെല്ലാം ഉണ്ടേനു, പക്ഷെ ഞാൻ എന്തായാലും ഇടൂല. എനിക്ക് അങ്ങനെ കുറച്ച് ഓവറായിട്ട് നിൽക്കുന്ന ടൈപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഞാൻ അധികം യൂസ് ആക്കലില്ല. പക്ഷേ ഇന്നൂനും വേണമെന്ന് ചോദിച്ചു, പക്ഷെങ്കിൽ ഓൾക്കും വേണ്ടേനു. ഓള് പറഞ്ഞ എനിക്ക് നോർമൽ മതി എന്ന് പറഞ്ഞിട്ട് മോതിരം വരുന്ന ടൈപ്പ് വാങ്ങിയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇന്നൂനായാലും ഇപ്പം ഇങ്ങനെ ഈ ഒരു വള യൂസാക്കേണ്ട ടൈപ്പ് ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കലില്ല. അതുകൊണ്ട് പിന്നെ മറ്റേ മോതിരം ഇല്ലാത്ത ടൈപ്പാണ് വാങ്ങിയത്. പിന്നെ ആലു ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ ഈ ക്യാമലിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾക്ക് ക്യാമലിനെ വാങ്ങിക്കൊടുത്ത്. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയരും കുറച്ച് ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ വേണേനു. അങ്ങനെ നമ്മൾ ആ സെയിം മാർക്കറ്റിൽ ഇങ്ങനത്തെ കുറേ ഈത്തപ്പഴത്തിൻ്റെ സ്ഥലങ്ങളുണ്ട്, ഷോപ്പുകളുണ്ട്. എല്ലാം നല്ല ഫ്രഷ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ പഠിച്ച് എല്ലാത്തിൻ്റെയും റേറ്റ് എങ്ങനെയാണ് വരിക എന്നെല്ലാം. അങ്ങനെ നമ്മൾ കുറച്ചധികം കുറേ ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം വാങ്ങാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മത്താവും, തലക്ക് പിടിക്കും. അങ്ങനെ നമ്മൾ കുറേ സമയം ഇരുന്ന് കുറേ ഈത്തപ്പഴവും മുസല്ലയും എല്ലാം വാങ്ങി. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ. ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്നതെല്ലാം വീഡിയോ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഷോപ്പെല്ലാം ചെയ്യാൻ. പിന്നെ തിരിച്ച് പോകുന്നതെന്നല്ലോ എന്നുള്ളൊരു സങ്കടവും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് വേഗം ദിവസങ്ങളെല്ലാം കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തന്നെ ബസ്സിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ബസ്സിലുള്ള എല്ലാം നമ്മളെ ഗ്രൂപ്പിലുള്ള. അപ്പോൾ വരുമ്പോൾ ആരുമായിട്ടൊരു പരിചയമില്ല, പക്ഷെ തിരിച്ചു പോകുമ്പോൾ എല്ലാവരുമായിട്ട് നല്ല പരിചയമായി. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേഗം വീട്ടിലെത്തിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.